നമ്മുടെ ക്യൂട്ടിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞ് നിർത്തിയത് നമുക്കറിയാം, ഫസ്റ്റ് മൊഡ്യൂള് ക്യൂട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ കോറിലേഷൻ എന്ന ടോപ്പിക്, അതിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, അത് ഡയറക്റ്റ് റാങ്ക് തന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു. ഇനി റാങ്ക് തരാതെ നമ്മൾ റാങ്ക് കൊടുത്ത് ചെയ്യേണ്ട രൂപം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റിപ്പീറ്റഡ് റാങ്ക് ആവുമ്പോൾ എങ്ങനെ ചെയ്യണം, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ പാർട്ടാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഒക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയട്ടോ. ഓക്കെ അല്ലേ? ഒന്ന് വോയിസ് ആയിട്ട് പറയട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണേ. ഞാൻ വീണ്ടും പറയുന്നതാണ്. കാരണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ 60ഉം 70ഉം പേരുള്ളത് ഇപ്പൊ ആകെ ഒരു 20 പേരൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രയാസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. എനിവേ, അപ്പൊ നമുക്ക് തുടങ്ങാണ്. റിഗ്രഷന് കോറിലേഷൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് റിഗ്രഷന്. ഒന്നെങ്കിൽ കോറിലേഷനോ അല്ലെങ്കിൽ റിഗ്രഷനോ, രണ്ടിൽ ഒന്ന് 100% ഷുവർ ആണ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോ റിഗ്രഷൻ എന്താന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈസ് ദ റിലേഷൻഷിപ്പ്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ അതിന്റെ ഡിഫറൻസ് ഒക്കെ എഴുതിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോറിലേഷനും റിഗ്രഷനും രണ്ടും പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ നോക്കുന്നതാണ് കോറിലേഷൻ. അത് തന്നെയാണ് റിഗ്രഷൻ. പക്ഷെ നമ്മൾ പറഞ്ഞു റിഗ്രഷൻ ആവുമ്പോൾ അതൊന്നും കൂടെ സ്പെസിഫിക് ആയിരിക്കും, ഒന്നും കൂടെ കറക്റ്റ് ആയിരിക്കും. കൃത്യമായിട്ടുള്ള ആൻസർ റിഗ്രഷനിൽ നമുക്ക് അവൈലബിൾ ആവും. ഇനി അടുത്തത് റിഗ്രഷൻ ലൈന് അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഒരു 2 മാർക്കിനൊക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഗ്രാഫിക്കൽ മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകളെ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതില് നമ്മൾ ഒരു ലൈന് കറക്റ്റ് വരച്ചു നോക്കിയാൽ ആ ലൈനിനോട് ചുറ്റിപ്പറ്റിയാണ്, നോക്കിയേ ഇവിടൊക്കെ ഈ പോയിന്റുകൾ ഈ ലൈനുമായിട്ട് കണക്റ്റഡ് അല്ലെ, ലൈനുമ്പോൾ തന്നെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ ലൈനിനോട് ചുറ്റിപ്പറ്റിയാണ് ഈ പോയിന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻ ഉണ്ട് എന്നർത്ഥം, കോറിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം റിലേറ്റഡ് ആണ് എന്നർത്ഥം. അതിനെ നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. നോക്കിയേ, ലൈനുമായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്, ആ വാക്ക് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ലൈനുമായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് അഥവാ ലൈനുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്, അതിനെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. ഇനി നമ്മൾ ജസ്റ്റ് വേറൊരു ലൈൻ വരച്ചു, നമുക്ക് തന്ന ഡാറ്റാസിനെ നമ്മൾ പ്ലോട്ട് ചെയ്തു, എന്നിട്ട് ലൈൻ വരച്ചു. അതാകട്ടെ സ്കാറ്റർ ആയിട്ട്, നമ്മൾ നേരത്തെ സ്കാറ്റേർഡ് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടല്ലോ, സ്കാറ്റർ ആയിട്ട് നോക്കി ഇത് ലൈനുമായിട്ട് കണക്റ്റഡ് അല്ല, ഒക്കെ പല ഭാഗത്തേക്ക് ചെതറി കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ നോ കോറിലേഷൻ എന്നും പറയും. നോ കോറിലേഷൻ നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചതാണ്, സ്കാറ്റർ ഡയഗ്രാമും കോറിലേഷൻ. അതന്നെയാണ് ഇത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന പേരിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഡാറ്റകളെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിലൂടെ ഒരു ലൈന് വരച്ചാൽ ആ ലൈനുമായിട്ട് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോറിലേഷൻ ഉണ്ട് എന്ന് പറയും. ആ ലൈനിനെയാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയാം. ഇനി നമ്മളൊരു ലൈന് വരച്ചിട്ട് ആകെ സ്കാറ്റർ ആയിട്ട് ചിന്നിച്ചെതറി കിടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കോറിലേഷൻ ഇല്ല എന്നും പറയാറുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഇക്വേഷൻ ആണ് റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. ഞങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് എടുക്കുക, പേന എടുക്കുക, അത് എന്റെ ഒപ്പം തന്നെ എഴുതിയിട്ട് വരിക കേട്ടോ. റിഗ്രഷൻ ഇക്വേഷൻസ് ചിലപ്പോ എക്സാമിന് റിഗ്രഷൻ ലൈൻ എന്നൊക്കെ പറയും, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ ഉണ്ടാക്കാൻ പറയും. അപ്പൊ അതിന്റെ ഒക്കെ അർത്ഥം ചെയ്യേണ്ട ഈ രൂപം തന്നെയാണ്. അതിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക 2 വാക്കുകൾ. അതിൽ ഇടത് ഭാഗത്തുള്ള ഞാൻ പറയാണ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ വൈ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സിനെ കണ്ടെത്തുന്നത്. അങ്ങനെ വൈ നമുക്ക് തന്നാൽ അതിൽ നിന്നും എക്സിനെ കണ്ടെത്തുന്നത്, അതാണ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പായസം തന്നു, പായസം നമ്മള് മറ്റേ കാഷ്യൂനട്ടും മറ്റേ മുന്തിരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇടുമല്ലോ, അതാണ് പായസം വന്നത് വൈ.
അത് നമ്മൾ എടുക്കുന്ന കാഷ്യൂനട്ട് ആ സാധനങ്ങളൊക്കെ അത് എക്സ് അങ്ങനെ കരുതിക്കോളൂ. അപ്പൊ വൈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ എക്സിനെ കണ്ടെത്തുന്നതിനെയാണ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയേക്കണം, ഇത് അതേപോലെ എഴുതിയേക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ ഒപ്പം തന്നെ എഴുതി പോവുക. എക്സ് ഓൺ വൈ, എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഇതൊക്കെ എന്താന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻ എന്നർത്ഥം. മീന് ടോട്ടൽ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നത്. നമ്മൾ പ്രോബ്ലം പറയുമ്പോൾ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ എഴുതിയെടുക്കുക കേട്ടോ. എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാർ. ഇനി ഈ എക്സ് മൈനസ് എക്സ് ബാർ കാണേണ്ട ഇക്വേഷൻ ആണ് ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതേപോലെ എഴുതി വെക്കും കേട്ടോ. അതേപോലെ പഠിച്ചു വെക്കും വേണേ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത് ആവശ്യമാണ്. അവിടെ നോക്കിയേ, എക്സ് മൈനസ് എക്സ് ബാർ കാണാനാണ് ബി എക്സ് വൈ കേട്ടോ, ബി എക്സ് വൈ. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഓർക്കാറുള്ളത്. എക്സ് മൈനസ് എക്സ് ബാർ ആണെങ്കിൽ ബി എക്സ് വൈ, ഇപ്പുറത്ത് വൈ മൈനസ് വൈ ബാർ ഉണ്ട്, അപ്പൊ അവിടെ ബി വൈ എക്സ് ആ വരിക. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, വൈ മൈനസ് വൈ ബാർ. ഇനി ഈ ഇക്വേഷനിൽ നിന്നും ബി എക്സ് വൈ കണ്ടെത്താൻ, ബി എക്സ് വൈ കണ്ടെത്താൻ, ബി എക്സ് വൈ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് ഓൾറെഡി നിങ്ങൾ കോറിലേഷനിൽ പഠിച്ച ഇക്വേഷൻ ആണ്. നോക്കിയേ, കോറിലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എൻ ഇൻറ്റു നോക്ക മുകളില് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ. ഇത് ഓൾറെഡി കോറിലേഷൻ നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ എഴുതിയിട്ടുള്ള, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ആ മുകൾ ഭാഗത്ത് ഒരു മാറ്റവും അല്ല കേട്ടോ, സെയിം ആ. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. താഴ്ഭാഗത്ത് ചെറിയൊരു മാറ്റമുണ്ട്, എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ. ഇത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അവിടെ റൂട്ടൊക്കെ വരച്ചിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ റൂട്ടൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് എഴുതിയാൽ മതി. എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. കാരണം വൈ ആണ് നമുക്ക് തരിക, വൈയിൽ നിന്നാണ് നമുക്ക് എക്സിനെ കാണേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ ഇതിൽ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് വൈ ഓൺ എക്സ്. നോക്ക് എല്ലാവരും നോക്കുക, വൈ ഓൺ എക്സ് പറയാണ്. അതും നിങ്ങൾ അതേപോലെ തന്നെ എഴുതി വെക്കണേ, നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് ആവശ്യമാണ്. വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ, അതിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ, വൈ മൈനസ് വൈ ബാർ. വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത് ബി വൈ എക്സ്, ബി വൈ എക്സ് കേട്ടോ. ഇവിടെ നേരത്തെ നമ്മൾ ബി എക്സ് വൈ ആ പറഞ്ഞു, മാറ്റമുണ്ട്. ഇവിടെ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ് ഓൺ വൈ ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ അവിടെ വൈ മൈനസ് വൈ ബാർ പറഞ്ഞതിന്റെ പകരം ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ. ഒന്ന് പഠിച്ചാൽ മതി, മറ്റേതൊക്കെ സെയിം ആണ്. ഇനി ബി വൈ എക്സ് കാണാൻ ഉണ്ടാവും, ഇവിടെ ബി വൈ എക്സ് ആണല്ലോ, ബി വൈ എക്സ് ആണല്ലോ. ഈ ബി വൈ എക്സ് കാണാൻ ഇക്വേഷൻ നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അവിടെ മുകളിൽ മാറ്റമൊന്നുമില്ല, മുകളിൽ സെയിം ആ, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് ഓൾറെഡി നമ്മൾ കോറിലേഷനിൽ പഠിച്ചതാണ്. എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ ഓൾറെഡി നമ്മൾ വൈ സ്ക്വയർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇവിടെ വൈ സ്ക്വയർ പറഞ്ഞിട്ടുണ്ട് ഏത് എക്സ് ഓൺ വൈയില്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇക്വേഷൻ കൺഫ്യൂഷൻ ആവും, പ്രശ്നമൊന്നുമില്ല, നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. റെഡി അല്ലേ? ഇത് ഇക്വേഷൻ എല്ലാവരും എഴുതി വെച്ചില്ലേ? ഒന്ന് നോക്കിയേ ഇക്വേഷൻ എല്ലാവരും എഴുതി വെച്ചില്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയൂട്ടോ. എഴുതിയില്ലേ? ഓക്കെ, റെഡി. ഇത് ബേജാറുണ്ട് കേട്ടോ, കുറെ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ഒരുപാട് ഇക്വേഷൻ, ഇത് എന്തിനാണെന്നൊക്കെ ഉണ്ടാവും, എങ്ങനെയാണെന്നുള്ളത്. ഒന്നും പ്രശ്നമല്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ക്ലിയർ ചെയ്യേ, ജസ്റ്റ് നോക്കിയാൽ മതിയേ. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം തരാം കേട്ടോ. എല്ലാവരും എന്റെ ഒപ്പം എഴുതുക കേട്ടോ, നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണേ. ഫൈൻഡ് ടു റിഗ്രഷൻ ഇക്വേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണേ. ഫൈൻഡ് ടു റിഗ്രഷൻ ഇക്വേഷൻസ്. കണ്ടാ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഒന്നെങ്കിൽ ടു റിഗ്രഷൻ ഇക്വേഷൻസ്, അല്ലെങ്കിൽ ടു റിഗ്രഷൻ ലൈന്. ഈ രണ്ട് രൂപത്തിലും ചോദ്യം വരാറുണ്ട്. ഞാൻ രണ്ടോടെ കൊടുത്തിരുന്നത്, കാരണം ഞാൻ ഒന്ന് രണ്ട് എക്സാമിന് കണ്ടിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ കുറെ ഗ്രാഫ് വരച്ച് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. അത് ലൈന് വരക്കാനല്ല ചോദിക്കുന്നത്, ഈ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് രണ്ട് രൂപത്തിലെ ക്വസ്റ്റ്യൻ വരിക. റിഗ്രഷൻ
ഇക്വേഷൻ എന്ന പേരിലും റിഗ്രഷൻ ലൈൻ എന്ന പേരിലും ചോദ്യം വരാം. രണ്ടായാലും ചെയ്യേണ്ടത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ നോക്കിയേ, എക്സ് വൈ എല്ലാവരും എൻ്റെ ഒപ്പം എഴുതണം കേട്ടോ. എൻ്റെ ഒപ്പം എഴുതണേ, ദയവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതണേ, എങ്കിലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. കേട്ട് പോയിട്ട് കാര്യമില്ലേ. നോക്കാട്ടോ, എക്സ് ഇവിടെ നമ്മൾ എഴുതാണ്. ഇതാ എൻ്റെ ഒപ്പം തന്നെ എഴുതട്ടോ. 2, അതുപോലെ 3, 4, 5, 6 ഉണ്ടാവും. ഈ കോളങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ അറിയാം, കോറിലേഷനിൽ നോക്കിയേ. എക്സുമായി നമുക്ക് തരും, ഓർമ്മ ഉണ്ടാവും നമ്മൾ ചെയ്തത്. എക്സ് വൈ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, വൈ സ്ക്വയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. കണ്ടോ, കോറിലേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എക്സ് നമ്മൾ എഴുതി. ഇനി അടുത്ത് വൈ എഴുതാൻ പോവാണേ. 3, 5 കണ്ടോ, ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ നമ്മൾ എടുത്ത് എഴുതി. 4, 8 and 9. എക്സ് വൈ നമുക്ക് കിട്ടി. എക്സ് വൈ കാണാൻ അറിയുന്നുണ്ടാവും, നമ്മൾ ചെയ്തതാണ്. ഒന്നുമില്ല, എക്സും വൈയും തമ്മിൽ ഗുണിക്കുക. നോക്കിയ ഇവിടെ 2, 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്ന് കിട്ടും. 3, 5 തമ്മിൽ ഗുണിച്ചാല് 15 എന്ന് കിട്ടും. എക്സ് വൈ നമ്മൾ കേട്ടോ എക്സ് വൈ എഴുതുന്നത്. ദെൻ 4, 4 ഗുണിച്ചാല് 16 എന്ന് കിട്ടും. 5, 8 40 അല്ലെ, 40 എന്ന് കിട്ടും. 9, 6 54 എന്ന് കിട്ടും അല്ലെ, 54 എന്ന് കിട്ടും. കൃത്യമായിട്ട് എൻ്റെ ഒപ്പം എഴുതി പോര് കേട്ടോ, എഴുതി പോര്. ഇനി അടുത്ത കോളം എക്സ് സ്ക്വയർ ആണ്. എക്സിനൊക്കെ സ്ക്വയർ ചെയ്യുക. എക്സ് കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കോളം കേട്ടോ, ഫസ്റ്റത്തെ കോളെ അതിനൊക്കെ സ്ക്വയർ ചെയ്യുക. ഒരാൾ പറയാൻ പറ്റുമോ 2ന്റെ സ്ക്വയർ എത്ര? 4. 2 സ്ക്വയർ ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. യെസ് 4. then അടുത്തത് പറഞ്ഞാണേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞാണേ. 9. 9. യെസ് 9. യെസ് 4 സ്ക്വയർ 16. 5 25. 25. യെസ് 36. 5 25 അല്ലേ. യെസ് 6 36. സ്ക്വയർ എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പൊ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6. 5 സ്ക്വയർ പറഞ്ഞാൽ 5 × 5. അങ്ങനെ സ്ക്വയർ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എക്സുമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് വൈ നമ്മൾ കണ്ടെത്തി, എക്സ് സ്ക്വയർ നമ്മൾ എഴുതി. അതേപോലെ തന്നെ വൈ സ്ക്വയർ ചെയ്യണം. വൈ എന്നുള്ള കോളത്തിന്റെ സ്ക്വയർ അവിടെ 3 ആണ് ആദ്യം വരുന്നത്. 3ന്റെ സ്ക്വയർ 3 × 3 9. ഈ സ്ക്വയർ എഴുതുമ്പോൾ കോളം മാറാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഞാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേർക്ക് ഈ സ്ക്വയർ കാണുന്നത് തെറ്റിയിട്ടുണ്ട്, കോളം മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ കംപ്ലീറ്റ് ആൻസറിനെ ഇത് എഫക്ട് ചെയ്യും. പിന്നെ വൈയിൽ അടുത്ത് വരുന്ന 5 ആണ്. 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്, 25 ആണ്. ദെൻ 4 ആണ് നെക്സ്റ്റ്. അപ്പൊ 4ന്റെ സ്ക്വയർ 4 4 16 ആണ്. തൊട്ടടുത്ത് വരുന്നത് 8 ആണ്. 8ന്റെ സ്ക്വയർ 8 × 8 64 ആണ് അല്ലെ. 8 × 8 64 ആണ്. ഇനി 1-2 ആൾക്കാർ ഇത് ടോട്ടൽ ചെയ്യാം കേട്ടോ. എക്സും വൈയും എക്സ് വൈയും എക്സ് എല്ലാത്തും ഫുള്ള് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ദെൻ വൈയുടെ നെക്സ്റ്റ് 9 ആണ്. 9 × 9 81 ആണ്. ഇനി ഒന്ന് ടോട്ടൽ ചെയ്താണ്. എക്സ് ടോട്ടൽ എത്ര കിട്ടിയോ? ഈ കോളം ടോട്ടൽ കേട്ടോ, കിട്ടിയാലോ ഒന്ന് പറയേ. കിട്ടിയ ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. ടോട്ടൽ എത്രയാണ്? 20. ഓക്കെ, വൈ ടോട്ടല് കിട്ടിയവരിങ്ങനെ പറഞ്ഞോളി കേട്ടോ. ടോട്ടൽ ചെയ്യാം. 29. എത്രയാണ്? 29. ഓക്കെ, തെറ്റുണ്ടായി പറയണേ, ഞങ്ങൾ പറയണതാണ് എഴുതുന്നത്. ഓക്കെ, എക്സ് വൈ എത്ര പറഞ്ഞ? 131. 131. 131. ഓക്കെ, നോക്കട്ടെ കാൽക്കുലേഷൻ എന്തെങ്കിലും സംശയം മാറ്റണ്ടേ പറയണേ. നെക്സ്റ്റ് 90. എക്സ് സ്ക്വയർ 90. ഓക്കെ, ദെൻ വൈ സ്ക്വയർ എത്രയാ പറഞ്ഞോളൂ? 195. 195. ഓക്കെ, വെരി ഗുഡ്. എന്റെ ഒപ്പം തന്നെ എഴുതി വരിട്ടോ എല്ലാവരും. അപ്പൊ നമ്മള് ഇതിന്റെ ടോട്ടൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
ഇനി കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. എക്സ് ഓൺ വൈ ഞാൻ പറഞ്ഞുതരാം, വൈ ഓൺ എക്സ് നിങ്ങൾ ചെയ്യുമാണ് കേട്ടോ. എക്സ് ഓൺ വൈ ആണ് ഞാൻ പറയാൻ പോകുന്നത്, കറക്റ്റ് ശ്രദ്ധിക്കുക. എക്സ് ഓൺ വൈ കേട്ടോ, ഞാൻ എഴുതാണ്. എക്സ് ഓൺ വൈ നോക്കണേ. എക്സ് ഓൺ വൈ, എക്സ് ഓൺ വൈ നമുക്കറിയാം എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ശരിക്കും ശ്രദ്ധിക്കട്ടോ, എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതില് ആദ്യ സ്റ്റേജ് ഈ എക്സ് ബാർ നിങ്ങളൊന്ന് കണ്ടെത്തണം. എക്സ് ബാർ എക്സ് ബാർ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ മീൻ എന്നർത്ഥം. മീന് മീന് മീൻ എന്ന് പറഞ്ഞാൽ നോയിക്കോളി, ഒന്നുമില്ല, എക്സ് ടോട്ടൽ കൂട്ടുക, എക്സിന്റെ കോളം ടോട്ടൽ കൂട്ടുക. ആ 20 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കണ്ട 20 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാണ്, എത്ര നമ്പേഴ്സ് അതിലുണ്ട്, എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 1 2 3 അങ്ങനെ യെസ് 5 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അതായത് നോക്കിയേ 1 2 3 4 5 അങ്ങനെ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എക്സിന്റെ ടോട്ടൽ 20 ആണ്. ഡിവൈഡഡ് ബൈ 5 ചെയ്യുക, എത്ര കിട്ടും? 20/5. നമ്മൾ എക്സ് ബാർ ആട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യെസ് 4 എന്ന് കിട്ടും. വെരി ഗുഡ്. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ 4 ആണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ മീൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കലാണ്. ഇവിടെ ടോട്ടൽ 20 ആണ്, എക്സിന്റെ ടോട്ടൽ 20 ആണ്, എണ്ണം 5 ആണ്. അപ്പൊ 20/5 നമുക്ക് ചെയ്തു 4 എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇക്വേഷനിൽ കൊടുക്കാണ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് ഇനി എഴുതേണ്ട ആവശ്യമില്ല. എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 4 എന്ന് എഴുതി അല്ലെ. എക്സ് മൈനസ് 4 is equal to, ശരിക്കും ശ്രദ്ധിക്കട്ടോ, ബി എക്സ് വൈ, എന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതി പോരാ, ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അവിടെ കട്ടെ, വൈ ബാർ നമുക്ക് കാണാലോ. വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പൊ എക്സ് പറഞ്ഞ പോലെ തന്നെ വൈ ടോട്ടൽ ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, 29 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പൊ നോക്കിയേ വൈ ബാർ എന്ന് പറയുന്നത് വൈന്റെ മീൻ, അതായത് വൈയുടെ ടോട്ടൽ ആയിട്ടുള്ള 29, വൈന്റെ ടോട്ടൽ ആയിട്ടുള്ള 29 ഡിവൈഡഡ് ബൈ അതിന്റെ എണ്ണം 5 ആണ്. ഒന്ന് പറഞ്ഞാണി, 29 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? വൈ ബാർ എത്ര കിട്ടും? 5.88 അല്ലേ? ഓക്കെ, രണ്ട് വാല്യൂസ് നമുക്ക് എഴുതാം. 5.88 അല്ല പറഞ്ഞ, രണ്ട് വാല്യൂ കൊടുത്ത സോറി ഒരു 8 ഉള്ളൂ അല്ലേ? ഓക്കെ റെഡി. ഇനി പോയിന്റ് ഫിഗറിന് ശേഷം കുറെ വാല്യൂ വരികയാണെങ്കിൽ രണ്ട് വാല്യൂസ് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി വൈ മൈനസ്, ഇനി ഞാൻ വൈ ബാർ എന്ന് എഴുതൂല, പകരം 5.8 എന്ന് എഴുതി. 5.8. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇവിടെ നമ്മൾ എക്സ് ബാർ അഥവാ എക്സിന്റെ മീന് കണ്ടു 4 എന്ന് കിട്ടി, വൈയുടെ മീന് കണ്ടു 5.8 എന്ന് കിട്ടി. ഇത് രണ്ടും നമ്മൾ എഴുതി. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ്. ഓരോ സ്റ്റെപ്പ് ക്ലിയർ ചെയ്ത് പോകട്ടോ. ഇത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞാണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. എല്ലാരും ഒന്ന് പറയും. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണോ? ഓക്കെ. സംശയം ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? സാർ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഷുവർ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കുക, മനസ്സിലായാലും ഒന്നും കൂടെ നോക്കാം കേട്ടോ. ഈ എക്സ് ഓൺ വൈ ഞാൻ പറയുള്ളൂ, വൈ ഓൺ എക്സ് നിങ്ങൾ ഒറ്റ കാണണം. അപ്പൊ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്കറിയാം എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ, നിങ്ങൾ എഴുതിയത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. എക്സ് മൈനസ് എക്സ് ബാർ എന്നതാണ് എക്സ് ഓൺ വൈ ഈക്വൽ ടു, അത് കാണേണ്ട ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതാണ്
എക്സ് ഓൺ വൈ കാണേണ്ട ഇക്വേഷൻ bxy ഇൻറ്റു y മൈനസ് വൈ ബാർ. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മാറ്റിയാണ്. എക്സ് മൈനസ്, ശരിക്കും ശ്രദ്ധിക്കണേ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ മീന്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ മീനാണ്. എക്സിന്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ടോട്ടൽ കൂട്ടിയിട്ട് അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കലാണ്. അപ്പൊ നമ്മള് എക്സിന്റെ ടോട്ടൽ എത്രയെന്ന് നോക്കി. ഓൾറെഡി നമ്മൾ അത് കോളത്തിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. എക്സിന്റെ ടോട്ടൽ നമുക്കറിയാം 20 ആണ്. അപ്പൊ നമ്മള് 20 എന്നെഴുതി ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര എണ്ണം ഉണ്ട് ഇങ്ങോട്ട് നോക്കിയേ, ആ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സിൽ 1 2 3 4 5 5 വാല്യൂസ് ആണുള്ളത് അല്ലെ. അതാണ് ടോട്ടൽ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോ 5 എന്നെഴുതി. 5 എങ്ങനെ കിട്ടിയത്? 5 വാല്യൂസ് ഉണ്ട്, 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എക്സ് ബാർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എക്സിന്റെ ടോട്ടൽ ആയിട്ടുള്ള 20 ഹരിക്കണം 5 എന്നെഴുതി. 5 നമ്പേഴ്സ്. അപ്പൊ നമുക്ക് 20/5 എന്ന് ചെയ്യുമ്പോൾ 4 എന്ന് ആൻസർ കിട്ടും. അതാണ് എക്സ് ബാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് തന്നെ തിരിച്ചുവാണ്. എക്സ് മൈനസ്, ഇനി എക്സ് ബാർ ഞാൻ എഴുതൂല, പകരം നമുക്ക് കിട്ടിയുള്ള 4 എന്ന് എഴുതാം. ആ 4 കിട്ടിയതൊക്കെ അവിടെ കാണിക്കണം കേട്ടോ. എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളതിന്റെ പകരം എക്സ് മൈനസ് 4 എന്ന് എഴുതി. ഇനി തൊട്ട് താഴെ ബി എക്സ് വൈ, അത് നമുക്ക് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ എഴുതാണ് ബി എക്സ് വൈ എഴുതി ഇൻറ്റു, ഇനി വൈ മൈനസ് വൈ ബാർ ആണ്. വൈ അതുപോലെ എഴുതി വൈ മൈനസ് വൈ ബാർ നമുക്ക് കിട്ടും. വൈ ബാർ, ജസ്റ്റ് മിനിറ്റ്, ചെറിയൊരു കോൾ അറ്റൻഡ് ചെയ്യണ്ട്. ഓക്കെ, വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത്, കറക്റ്റ് ശ്രദ്ധിക്കണേ, വൈ ബാർ എന്ന് പറയുന്നത്, എന്റെ വോയിസ് സ്ക്രീൻ ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോൾ ഒന്ന് റേഞ്ച് കട്ടായി നോക്കാനാ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഓക്കെ ആണ്. ഓക്കെ, റെഡി, താങ്ക് യു. അപ്പൊ നമുക്ക് വരിക വൈ ബാർ ആണ്. വൈ ബാർ നമുക്കറിയാം വൈ ടോട്ടൽ ചെയ്യാം. വൈ ബാർ കാണുമ്പോൾ, അതായത് വൈന്റെ മീൻ എന്നാണ് അർത്ഥം. മീന് വൈ ബാർ കാണുമ്പോൾ വൈയുടെ ടോട്ടൽ ഓൾറെഡി നമുക്കറിയാം 29 അല്ലെ. അത് എവിടുന്ന് കിട്ടി? ഈ കോളത്തിൽ നിന്ന് കിട്ടി 29. അപ്പൊ വൈ ബാർ കാണാൻ പോവാണ് 29 ഡിവൈഡഡ് ബൈ വൈ എത്ര എണ്ണം ഉണ്ട്, എത്ര വാല്യൂസ് ഉണ്ടോ നോക്കിയേ. 1 2 3 4 5 5 വാല്യൂസ് ഉണ്ട്. അപ്പൊ 29 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതി. 29 ഹരിക്കണം 5 ചെയ്താൽ നമുക്ക് 5.8 എന്ന് കിട്ടും. 5.8. അതാണ് വൈ ബാർ എന്ന് പറയുന്നത്, അഥവാ വൈയുടെ മീൻ. അപ്പൊ അത് ഞാൻ എഴുതാണ് ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാറിന് ഞാൻ എഴുതൂല, പകരം 5.8 എന്ന് എഴുതുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയും. കറക്റ്റ് ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. ഓക്കെ ആണോ? ഓക്കെ, റെഡി. അപ്പോ ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്, കറക്റ്റ് ശ്രദ്ധിച്ചോളിയും, എന്റെ ഒപ്പം തന്നെ എഴുതി പോരാ കേട്ടോ എല്ലാവരും. നമുക്ക് കാണേണ്ടത് ബി എക്സ് വൈ എന്നുള്ളതാണ്. അതാണ് അടുത്ത സ്റ്റേജ്. നോക്കണേ, ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ബി എക്സ് വൈ കേട്ടോ. അപ്പൊ അതിനകത്ത് വീണ്ടും താഴെ, ഇത് ഓൾറെഡി നിങ്ങൾ മറ്റേ കോറിലേഷനിൽ ഇതിന്റെ ഒരുപാട് പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഐഡിയ ഉണ്ടാവും. ബി എക്സ് വൈ, അതിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാണ്. ബി എക്സ് വൈ എന്ന് പറയുന്നത് ഓൾറെഡി കോറിലേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. കോറിലേഷൻ എഴുതിയ മുകളിൽ മാറ്റമല്ല കേട്ടോ, n ഇൻറ്റു സിഗ്മ അല്ലെ. ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതാ ബി എക്സ് വൈയുടെ ഇക്വേഷൻ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അതാണ് കേട്ടോ ഇക്വേഷന്. അത് അതേപോലെ ഞാൻ എഴുതാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ, എൻ്റെ ഒപ്പം തന്നെ എഴുതാം കേട്ടോ. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് ഇൻറ്റു, ഈ ഒരു ഡോട്ട് ഇട്ടാൽ ഇൻറ്റു എന്നാണ് കേട്ടോ അർത്ഥം.
n into sigma sigma x into sigma y divided by അടുത്തത് n into sigma y square minus sigma y whole square. അതാണ് ഇവിടെ എഴുതേണ്ടത്. n into sigma y square. ഇതൊക്കെ ഓൾറെഡി കോളത്തിലുണ്ട് കേട്ടോ. ഇന്നിങ്ങനെ ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. n into sigma y square minus sigma y whole square. ഞാൻ ഇതിൽ വാല്യൂസ് കൊടുക്കാണ്, കറക്റ്റ് ശ്രദ്ധിക്കുക. നമ്മൾ കോറിലേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നോക്കണേ, ഈക്വൽ ടു ഞാൻ എഴുതാണേ, കറക്റ്റ് ശ്രദ്ധിക്കണേ. ഞാൻ ചോദിക്കട്ടെ, n ഇവിടെ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ? യെസ്, 5 ആണ്. എല്ലാ n എന്നുള്ള ഭാഗത്തും 5 എന്നാണ് എഴുതുന്നത്, കൺഫ്യൂഷൻ വരരുത്. n ഇൻറ്റു അഥവാ 5 ഇൻറ്റു എക്സ് വൈയുടെ സിഗ്മ, കറക്റ്റ് ശ്രദ്ധിക്കണേ. എക്സ് വൈയുടെ സിഗ്മ എത്രയാണ്? ഇതൊക്കെ എക്സ് വൈ ഇത് അവിടെ ഉണ്ട്, അതിന്റെ സിഗ്മ എത്രയാണ്? 131. അപ്പൊ 5 ഇൻറ്റു എക്സ് വൈയുടെ സിഗ്മ ആയിട്ടുള്ള 131. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതണേ 131 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, അഥവാ എക്സിന്റെ സിഗ്മ വൈയുടെ സിഗ്മ. എക്സിന്റെ സിഗ്മ എത്രയാണ്? നമുക്കറിയാം, 20 ആണ്. എക്സിന്റെ സിഗ്മ 20 ആണ്, വൈയുടെ സിഗ്മ 29 ആണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 20 സിഗ്മ എക്സ് അറിയുന്നത് 20 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 29. കാൽക്കുലേറ്ററും കയ്യിൽ വെക്കണേ. അപ്പൊ 20 ഇൻറ്റു 29 ഡിവൈഡഡ് ബൈ n ഇൻറ്റു, നമുക്കറിയാം 5 ആണ് n എന്ന് പറയുന്നത്, n ഇൻറ്റു അഥവാ 5 ഇൻറ്റു y സ്ക്വയറിന്റെ, കറക്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ കേട്ടോ കുട്ടികൾ തെറ്റിക്കുന്നത്. y സ്ക്വയറിന്റെ സിഗ്മ ഒന്ന് പറയാൻ പറ്റുമോ? ഏതാണ് y സ്ക്വയറിന്റെ സിഗ്മ? 195. അത് കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. യെസ്, വെരി ഗുഡ്. y സ്ക്വയർ ഇതാട്ടോ, ഈ ലാസ്റ്റ് കോളം y സ്ക്വയർ, അതിന്റെ സിഗ്മ എന്ന് പറയുന്നത് ഇതാണ്, മാറിപ്പോകരുത്, 195. അപ്പൊ y സ്ക്വയറുടെ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ എഴുതി 195, 195 എന്ന് എഴുതി. മൈനസ്, കറക്റ്റ് ശ്രദ്ധിച്ചോളൂ, വൈയുടെ സിഗ്മന്റെ സ്ക്വയർ, വൈന്റെ സിഗ്മ എത്രയാണ്? ബ്രാക്കറ്റിന്റെ ഉള്ളത് കറക്റ്റ് നോക്കണം. യെസ്, വൈയുടെ സിഗ്മ എന്ന് പറയുന്നത് അവിടെയാണ് കൺഫ്യൂഷൻ വരാറുള്ളത്. നോക്കണേ, വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ടാമത്തെ കോളാണ് അല്ലെ വൈ. വൈന്റെ സിഗ്മ പറയുന്നത് 29 ആണ്. കറക്റ്റ് ശ്രദ്ധിക്കണേ, 29. എന്നിട്ട് അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത്. അതാണ് 29 സ്ക്വയർ. യെസ്, ഇതാണ് വാല്യൂസ് ഇതിലേക്ക് അപ്ലൈ ചെയ്തത്. ഒന്നുകൂടെ പറയാണ്, n ഇൻറ്റു അഥവാ 5 നമ്പേഴ്സ് ആണ്, 5 ഇൻറ്റു എക്സ് വൈയുടെ സിഗ്മ 131 മൈനസ് എക്സിന്റെ സിഗ്മ 20 ഇൻറ്റു വൈയുടെ സിഗ്മ 29 ഡിവൈഡഡ് ബൈ n ഇൻറ്റു നമ്പേഴ്സ് 5 ആണ്, അപ്പൊ 5 ഇൻറ്റു വൈ സ്ക്വയറിന്റെ സിഗ്മ 195 മൈനസ് വൈയുടെ സിഗ്മ 29 ഹോൾ സ്ക്വയർ. ഇത് ഓരോന്നും വർക്ക്ഔട്ട് ചെയ്യാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ കയ്യിൽ കരുതുക, തന്നെ പറയൂട്ടോ. 5 ഇൻറ്റു 131 എത്രയാണ്? 655 അല്ലെ? ഓക്കെ. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, ഇനി പറഞ്ഞ ആൾ ഇനി പറയരുത്, ഇപ്പൊ പറഞ്ഞ ആൾ ഇനി പറയരുത്, ഇനി അടുത്ത ആള് പറയൂട്ടോ. മൈനസ് 655 മൈനസ് 20 ഇൻറ്റു 29, അടുത്ത ആള് പറയും, വേറൊരാൾ പറയൂട്ടോ. എത്രയാണ്? 1000. ഓക്കെ. ഇനി ഇയാള് പറയരുത്, ഇനി അടുത്ത ആള്. സോറി, 580 അല്ലെ? 580. ഓക്കെ, 655. ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾ പറയണ ഇങ്ങനെ എഴുതിയേക്കാണേ. 655 മൈനസ് 580 ഡിവൈഡഡ് ബൈ, ഇനി വേറൊരാൾ പറയട്ടെ. ഇപ്പൊ പറഞ്ഞ ആൾക്കാർ പറയല്ലേ, 5 ഇൻറ്റു 195 എത്ര വരും? 975. 975. 975. ഓക്കെ, റെഡി. ദെൻ ഇനി നമുക്ക് മൈനസ് 29ന്റെ സ്ക്വയർ കാണണം. അത് വേറൊരാൾ പറയും, 29 ഇൻറ്റു 29ന്റെ സ്ക്വയർ 841.
ഓക്കെ, വെരി ഗുഡ്. 841. ഓക്കെ, ഗുഡ്. അപ്പൊ ഇനി പറഞ്ഞ ആൾക്കാരൊന്നും പറയരുത്. ഇനിയുള്ള അടുത്തത് വേറൊരാൾ പറയാം കേട്ടോ. വേറൊരാൾ പറയാം. 655 580 കുറച്ചാൽ എത്ര കിട്ടും? 75. ഓക്കെ, ഇനി വേറൊരാൾ പറയാം. 75 ആണ്. 975 841 കുറച്ചാൽ എത്ര കിട്ടും? 134. ഓക്കെ, 134 എന്നിട്ടോ. അപ്പൊ 75 മൈനസ് 130. അപ്പൊ ഇതുവരെ പറഞ്ഞവര് പറയാല്ലേ, ഇനി വേറൊരാൾ പറയാം കേട്ടോ. 75 ഡിവൈഡഡ് ബൈ 134 ആൻസർ എത്രയാണ്? വേറെ പറയും. ആർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ടാ. പോയിന്റ് ഫിഗർ ഇക്കാരം വരിക 0.55. യെസ്, 0.5597 അങ്ങനെ വരും അല്ലെ. ഒരു 2 വാല്യൂ എടുക്കുക കേട്ടോ. 0.55. ഇത് നിയമമല്ലേ, നിങ്ങൾ ഫുൾ എടുത്ത് ചെയ്താൽ അത്രയും പക്കയേക്കാരം ആൻസർ. പോയിന്റിന് ശേഷം എത്ര ഫിഗർ എടുക്കുന്നു അത്രയും നമ്മുടെ ആൻസർ ബെറ്റർ ആവും. പക്ഷെ ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പോയിന്റ് ഫിഗറിന് ശേഷമുള്ള 2ഓ 3ഓ വാല്യൂസ് എടുത്ത് ചെയ്താൽ മതി. അപ്പൊ ഫൈനൽ ആൻസറിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഒരാൾ 3 വാല്യൂ എടുത്ത് ചെയ്തു, ഒരാൾ 2 വാല്യൂ എടുത്ത് ചെയ്തു. ചെറിയ പോയിന്റ് ഡിഫറൻസ് ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് നിങ്ങളെ ആൻസറിനെ എഫക്ട് ചെയ്യൂല, നിങ്ങളുടെ മാർക്കിനെ ഒന്നും ബാധിക്കൂല കേട്ടോ. നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ, പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഏകദേശം ആ റേഞ്ച്. ഇപ്പൊ 0.9 ആണ് നമ്മുടെ ആൻസർക്ക് ഇല്ലെങ്കിൽ 0.8 കിട്ടിയ കുട്ടിയേക്കും ഇപ്പൊ 0.10 കിട്ടിയ കുട്ടിയൊക്കെ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ മാർക്ക് കൊടുക്കും. അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ 0.55 എന്നുള്ള 2 വാല്യൂസ് എടുത്തു. 0.55. ഓക്കെ, പിന്നെ ആൻസർ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഈ BXY കണ്ടത് മാത്രമാണ് ഞാൻ ഇപ്പൊ ഒന്ന് വിശദീകരിച്ചത്. ഇനി ഇത് കണ്ടില്ലേ, ഈ കാൽക്കുലേഷനിൽ എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയട്ടോ. ഏത് BXY കണ്ട ഈ കാൽക്കുലേഷനിൽ എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഈ കാൽക്കുലേഷൻ കേട്ടോ, അല്ല അത്ര സ്ലോയിലാ പറഞ്ഞിട്ടുള്ളത്. എവിടെങ്കിലും സംശയം. ഓക്കെ, അപ്പൊ BXY കിട്ടി. ഇനി അത് തൽക്കാലം വായിക്കാണ്. നിങ്ങൾ എന്റെ ഒപ്പം എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതൊന്ന് വായിക്കാണ്. അതിന്റെ ബാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. XY കഴിഞ്ഞിട്ടില്ലേ. അപ്പൊ BXY മാത്രം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 0.55 അതൊന്ന് ഓർത്ത് വെച്ചോളി. BXY നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒന്നുമില്ല, നമ്മളിത് കോറിലേഷനിൽ ഓൾറെഡി ചെയ്തതാണ്. അതിൽ ചെയ്ത ഇക്വേഷൻ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം അല്ലേ. അപ്പൊ അത് നമ്മൾ BXY കാൽക്കുലേറ്റ് ചെയ്തു. 0.55 കറക്റ്റ് ശ്രദ്ധിച്ചോളി. ആൻസർ കഴിഞ്ഞില്ല, ഇനി ഇത് ഞാൻ ഇക്വേഷനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനിയുള്ള സ്റ്റെപ്പ് കറക്റ്റ് നോക്കുക കേട്ടോ. കാരണം ഇതുവരെയുള്ള നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കാരണം കോറിലേഷൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട്. നോക്കട്ടെ, എല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കേ. ഇനി BXY എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ അവിടെ എഴുതുക. അപ്പൊ x-4 നോക്കട്ടെ എല്ലാവരും നോക്കുക. x-4 ഞാൻ എഴുതി ഈക്വൽ ടു. ഇനി BXY എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് എന്താ എഴുതാം പറഞ്ഞാണേ. BXY എത്രയാണ്? 0.55. യെസ്, വെരി ഗുഡ്. 0.55. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തി. 0.55 എഴുതി. ഇൻറ്റു y മൈനസ് y ബാർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 5.8 ആണ്. ഇനിയുള്ള ഒരു സ്റ്റേജ്, ഇത് കറക്റ്റ് ശ്രദ്ധിക്കും കേട്ടോ. ഇനിയുള്ള സ്റ്റെപ്പാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് നോക്കിയേ. ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ പോവാണ്. ഇത് x-4 ഇപ്പൊ അവിടെ കട്ടെ, അതിന് ഞാൻ തൊടുന്നില്ല. ഇവിടെ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചോളി. ബ്രാക്കറ്റിന്റെ പുറത്തുള്ളതിനെ ബ്രാക്കറ്റിന്റെ അകത്തുള്ളതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് നമ്മുടെ റൂള്. ഈ ബ്രാക്കറ്റ് മാറ്റാൻ പോവാണേ. ഇപ്പൊ എന്ത് ചെയ്യണം? 0.55നെ ആദ്യം y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 0.55നെ 5.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 0.55 ഇൻറ്റു y എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.55y. ശ്രദ്ധിച്ചോളൂ. 0.55 എന്ന് വായിക്കാൻ പാടില്ല കേട്ടോ. പോയിന്റ് ഫിഗറിന് ശേഷമുള്ളത് സിംഗിൾ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. 0.55y. ഇനി ഒരാൾ പറഞ്ഞാണ് 0.55 ഇൻറ്റു 5.8. ഈ മൈനസ് ഇവിടെ തന്നെ ഇടും. 0.55 ഇൻറ്റു 5.8 എത്ര കിട്ടും? 3.19. 3.19 അല്ലേ? ഓക്കെ, റെഡി. 3 ഞാൻ എഴുതാണ്. 3.19 എന്ന് കിട്ടും.
റെഡി ആണോ? ഈ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ പറയണം, ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടെ, ഇതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കേ. ഈ സ്റ്റെപ്പ് BXY കിട്ടിക്കഴിഞ്ഞാൽ ഇനി തൊട്ടടുത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റേജ് എന്താന്ന് ചോദിച്ചാല് ആ ബ്രാക്കറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റ് ഒഴിവാക്കാൻ പോവാണേ. കറക്റ്റ് നോക്കിട്ടോ. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോ ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ റൂള്. അപ്പൊ ഞാനിവിടെ 0.55 എന്നുള്ളതിനെ 0.55 ഇൻറ്റു y ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടി 0.55y എന്ന് കിട്ടി, 0.55y. എന്നിട്ട് മൈനസ് ഉണ്ട്, ഈ മൈനസ് ചിഹ്നം ഉണ്ടല്ലോ, ഇവിടെയുള്ള മൈനസ് ചിഹ്നം ഉണ്ടല്ലോ, അതേ ഇവിടെ തന്നെ എഴുതാം മൈനസ്. ഇനി ചെയ്യേണ്ടത് 0.55 ഇൻറ്റു 5.8. ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിന് പുറത്തുള്ളത് 0.55, അതേ ഇൻറ്റു ബ്രാക്കറ്റിന് അകത്തുള്ളത് 5.8 ചെയ്തു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 3.19 എന്ന് കിട്ടി, 3.19 എന്ന് കിട്ടി. സമത്തിന്റെ ഒപ്പമുള്ളത് അതുപോലെ എഴുതി, എക്സ് മൈനസ് 4 ആണ്, അത് ഞാൻ അതുപോലെ എടുത്തെഴുതി. എക്സ് മൈനസ് 4 = 0.55y മൈനസ് 3.19. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? കറക്റ്റ് നോക്കിയിട്ട് പറയും. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയത് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, യെസ്. 0.55 y ഒന്ന് പറഞ്ഞുതരോ? 3.19 കിട്ടി, മനസ്സിലായി. പറ്റിയത് റെഡി. വെരി ഗുഡ്. ആ നോക്കിക്കോളൂ. 0.55നെ ശ്രദ്ധിച്ചോളൂ, y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നുമില്ല, 0.55y. ഇനി 0.55നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 0.55x. 0.60നെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 0.60z. ഒന്നുമില്ല, ആ ലെറ്റർ ഏതാണോ അത് അവിടെ എഴുതി വെച്ചു. 0.55നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.55y. അത്രേ ഉള്ളൂ. കാരണം y ഏതാണ് വാല്യൂ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ y എന്നുള്ളത് അതിനൊപ്പം എഴുതി വെക്കുക. അത് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ സാർ. ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളി, അടുത്ത സ്റ്റേജ് ഞാൻ പറയാൻ പോവാണേ. x = എന്ന് കിട്ടണം നമുക്ക്. റിഗ്രഷൻ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. നമുക്ക് ആൻസർ അല്ലേ കിട്ടുക, ഒരു ഇക്വേഷൻ ആണ് കിട്ടുക, ഒരു ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫൈൻഡ് ഔട്ട് റിഗ്രഷൻ ഇക്വേഷൻ എന്നാ പറഞ്ഞത്. അതായത് x = എന്ന് കിട്ടണം. അപ്പൊ എക്സിനെ മാത്രം ഇവിടെ നിർത്തണം, ബാക്കിയുള്ളതിനൊക്കെ സമത്തിന്റെ അപ്പുറം കൊണ്ടുപോകണം. x = എന്ന് കിട്ടണം. സ്വാഭാവികമായിട്ടും x = എന്നുള്ളത് 0.55y, അത് ഓൾറെഡി ഇവിടെ ഉള്ളതുണ്ട്, അത് ഞാൻ എഴുതി. 0.55y മൈനസ് 3.19 ആണ്, അത് ഞാൻ അതുപോലെ എഴുതി, മൈനസ് 3.19. ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതിയെ. 3.19. ഓക്കെ. ഇനി ഇവിടെ ആരാ മിസ്സായിക്കണില്ല? മിസ്സായത് ആരാ? ആരോ ഒരാൾ മിസ്സായിക്കണല്ലോ. യെസ്, -4. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇവിടെ നോക്കിയേ, x-4 ഇവിടെ ഉണ്ടായിരുന്നു, x-4 ഇവിടെ ഉണ്ടായിരുന്നു. ആ -4നെ ഞാൻ എഴുതിയില്ല, പകരം x = എന്ന് എഴുതി. ഞാൻ എന്ത് ചെയ്യണം അറിയോ, ഈ -4നെ തൂക്കി പൊടിച്ച് സമത്തിന്റെ ഇപ്പുറത്ത് കണ്ടു കൊണ്ടുവരാണ്. അപ്പൊ എന്താവും, -4 സമത്തിന്റെ ഇപ്പുറം വരുമ്പോ പറഞ്ഞാണ്. യെസ്, വെരി ഗുഡ്, +4 ആവും. -4 സമത്തിന്റെ ഇപ്പുറം വരുമ്പോ +4 ആവും. അത്രേ ഉള്ളൂ. x-4 എന്നുള്ളത് സമത്തിനപ്പുറം കൊണ്ടുവരിക, അപ്പൊ നമുക്ക് x = എന്ന് കിട്ടും. ആ -4 ഇങ്ങോട്ട് വരുമ്പോ +4 ആവും. ഇനി -55y അത് അവിടെ നോട്ടെ, അത് നമുക്കൊന്നും ചെയ്യണ്ട. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്താണ്, മൈനസ് ഇടണേ. -3.19 +4 ഒന്ന് ചെയ്താണ്, എത്ര കിട്ടും? -3.19 +4. ഒന്ന് പറഞ്ഞാണ് ആൻസർ എത്ര കിട്ടും? +0.81 അല്ലേ? അപ്പൊ ഞാൻ വീണ്ടും എഴുതാണേ, 0.55y. അത് നമുക്കൊന്നും ചെയ്യേണ്ട, അത് അതുപോലെ എഴുതാം. 0.55y പ്ലസ് മൈനസ് പറഞ്ഞ നിങ്ങള്? പ്ലസ് അല്ലേ?
പ്ലസ് എത്ര കിട്ടിയെന്ന് പറഞ്ഞൊന്നു പറഞ്ഞാല് 0.81. ഓക്കെ 0.81 അത് ഞാൻ എഴുതി 0.81 ഇത്ര ഉള്ളൂ കേട്ടോ ആൻസർ കിട്ടി ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എക്സ് ഇസ് ഈക്വൽ ടു ഫൈനൽ ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടണം 0.55y പ്ലസ് 0.81 ആൻസർ എത്തി ഇതോടുകൂടെ എക്സ് ഓൺ വൈ തീർന്നു ഇതേപോലെ വൈ ഓൺ എക്സ് ചെയ്യണം ഈ സ്റ്റെപ്പ് ഇതുവരെ ഓക്കെ ആണോ ഇതുവരെ ക്ലിയർ ആണോ ആണോ ഒന്ന് പറയാവോ 0.81 ഒന്നും കൂടി പറഞ്ഞുതരും ഓക്കെ ഷുവർ അതായത് നോക്കുക കേട്ടോ 0.55y അതിന് നമുക്ക് തൊടാൻ പറ്റൂല കാരണം അത് y എന്നുള്ള ലെറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് കാൽക്കുലേഷനിൽ എടുക്കാൻ പറ്റൂല പിന്നെ നമുക്ക് പറ്റുന്നത് -3.19 പ്ലസ് 4 കൂടെയാണ് ഈ +4 എവിടുന്ന് കിട്ടിയേ ഇതാ എക്സിന്റെ ഒപ്പം ഉണ്ടായിരുന്ന -4 സമത്തിന്റെ അപ്പുറം നമ്മൾ കൊണ്ടുവന്നു -4 സമത്തിന്റെ അപ്പുറം വന്നപ്പോ +4 ആയിട്ടും മാറി അപ്പൊ 3.19 4 കൂടെ കൂട്ടുക അപ്പോ ഒന്നിന്റെ ചിഹ്നം മൈനസ് ആണ് ഒന്നിന്റെ ചിഹ്നം പ്ലസ് ആണ് നമ്മളെ കണക്കിലൊരു നിയമമുണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതെന്ന് ചെറുത് ഓർക്കുക വലുതിന്റെ ചിഹ്നം ഇടുക അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് ഞാൻ അത് പറയാത്തത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് അടിച്ചു നോക്കുക -3.19 പ്ലസ് 4 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും +0.81 എന്ന് കിട്ടും +0.81 എന്ന് കിട്ടും കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി ശരിക്കും അതിന്റെ റൂൾ അതാട്ടോ വലുതെന്ന് ചെറുത് ഓർക്കുക അതായത് 4 3.19 കുറക്കുക വലുതിന്റെ ചിഹ്നം വലുത് 4 ആണല്ലോ 4ന്റെ ചിഹ്നം പ്ലസ് ആണ് അങ്ങനെയാണ് നമ്മൾ കണക്കിന്റെ റൂൾ അതവിടെ നോട്ടെ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുക -3.19 പ്ലസ് 4 എന്നുള്ളത് ഇപ്പൊ 0.81 എന്ന് കിട്ടും ക്ലിയർ ആണോ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും എക്സ് ഓൺ വൈയില് ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും ഓക്കെ ആണ് എങ്കിൽ ഇതേ മെത്തേഡ് എക്സ് ഓൺ വൈ ഇപ്പൊ നമുക്ക് കിട്ടി ഒരു ഇക്വേഷനാണ് കിട്ടിയല്ലേ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടി ഓക്കെ ഇതേ മെത്തേഡ് വൈ ഓൺ എക്സ് ചെയ്യണം അത് ഞാനൊന്ന് ഓടിച്ചു പറയാണേ ഇതുപോലെ സ്ലോയിലല്ല വൈ ഓൺ എക്സ് ചെയ്യാൻ പോണേ ഓക്കെ റെഡി ഇത് വായിച്ചു ഇതെല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്തു അതേപോലെ തന്നെ വൈ ഓൺ എക്സ് ചെയ്യണം എന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതി വരും കേട്ടോ ഒന്ന് ഫാസ്റ്റിൽ പറയാണേ എന്നാ എല്ലാവരും നോട്ട് അടുത്തൊരു ഹെഡിങ് കൊടുക്കുക എക്സ് ഓൺ വൈ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ വൈ ഓൺ എക്സ് അതും ലാസ്റ്റ് ഇതേപോലെ ഒരു ഇക്വേഷൻ ആട്ടോ കിട്ടുക നമുക്ക് ഫൈനൽ ആൻസർ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുക എന്നാ നമുക്ക് എഴുതാം നമുക്ക് ഒരുമിച്ച് എഴുതാം എല്ലാവരും ഹെഡിങ് കൊടുത്തു വൈ ഓൺ എക്സ് എന്ന ഹെഡിങ് കൊടുക്കുക വൈ ഓൺ എക്സ് നമുക്കറിയാം ഞാനിനി പെട്ടെന്ന് പറഞ്ഞു പോവാണ് എന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതണേ വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് y മൈനസ് വൈ ബാർ ആണ് y ഓൺ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം y മൈനസ് വൈ ബാർ ആണ് y മൈനസ് വൈ ബാർ ഈക്വൽ ടു ഇക്വേഷനുകൾ എഴുതിയിട്ടുണ്ടാവുന്നതൊന്ന് നോക്കുക by(x) ആണ് ഇവിടെയാണ് ഓർക്കേണ്ടത് കേട്ടോ by(x) ആണ് മറ്റേ bxy ആയിരുന്നു ഇവിടെ by(x) ആണ് by(x) ഇൻറ്റു അതിന്റെ നേരെ ഓപ്പോസിറ്റ് x മൈനസ് എക്സ് ബാർ അത് ഞാൻ എഴുതി ഇനി ഞാൻ വീണ്ടും എഴുതാണ് y മൈനസ് വൈ ബാർ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഒന്ന് പറഞ്ഞാണിയേ വൈ ബാർ എത്ര കിട്ടി വൈയുടെ മീന് യെസ് വെരി ഗുഡ് 5.8 അത് ഞാൻ എഴുതി 5.8 ഈക്വൽ ടു by(x) നമുക്ക് അറിയൂല അത് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ കാൽക്കുലേറ്റ് ചെയ്യണം അതിങ്ങനെ മൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണം അപ്പൊ ചെറിയൊരു പ്രശ്നം ഓക്കെ by(x) നമ്മൾ അതുപോലെ എഴുതി by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അത് ഞാൻ അതുപോലെ എഴുതാണ് എക്സ് മൈനസ് എക്സ് ബാർ നമുക്കറിയാലോ എന്ന് പറഞ്ഞാണിയേ 4 വെരി ഗുഡ് 4 എന്ന് എഴുതി ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് ആയിട്ട് by(x) കാണണം താഴെ എന്റെ ഒപ്പം തന്നെ എഴുതി വാട്ടോ by(x) ന്റെ ഇക്വേഷൻ ഇതാണ്
byx equal to മുകളില് നേരത്തെ എഴുതിയ സെയിം കാര്യമാണ് കേട്ടോ. n into sigma xy into sigma n into sigma xy minus sigma x into sigma y. അതിന് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലുള്ളത് ഫൈനൽ ആൻസർ പറഞ്ഞാൽ മതി. മുകളിൽ ഇട്ടോ, മുകളിൽ മനസ്സിലായില്ലോ? നമ്മളെ പിന്നെ എത്രയാണ്? 75. ഓക്കെ കേട്ടോ. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇതിലും പിന്നെ അതേപോലെ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി കൂട്ടണം. അതിന്റെ ആവശ്യമില്ലേ? BXY ഓൾറെഡി നമ്മൾ അതന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ സെയിം ആ ആൻസർ ഉണ്ട് എഴുതിയാൽ മതി. ഇനി താഴെയുള്ളത് അത് മാറ്റം ഉണ്ടാവേ, അത് മാത്രം നോക്കിയാൽ മതി. താഴെ ലൊക്കേഷൻ നമുക്കറിയാം n into sigma x square minus sigma x whole square ആണ്. ഞാൻ എഴുതാണ് n into sigma x square minus sigma x whole square. അപ്പൊ മുകളിലത്തെ നമ്മൾ മെയിൻ ചെയ്യണ്ട, താഴെയുള്ള മാത്രം നോക്കിയാൽ മതി. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണേ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണേ. മുകളിൽ ഞാൻ 75 എന്ന് എഴുതി. എന്ന് നമുക്കറിയാം 5 ലെറ്റേഴ്സ് ആണ്, അപ്പൊ 5 എന്ന് എഴുതി. അത് എല്ലാത്തിലും 5 ആട്ടോ, നമ്മൾ BXYയിലും 5 തന്നെ ആയിരുന്നു. 5 into എക്സ് സ്ക്വയറിന്റെ സിഗ്മ ഒന്ന് പറയാൻ പറ്റുമോ? എക്സ് സ്ക്വയറിന്റെ സിഗ്മ, യെസ്, എക്സ് സ്ക്വയറിന്റെ സിഗ്മ നമുക്കറിയാം. ആ കോളത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 90. ഓക്കെ, അപ്പൊ 5 into 90 മൈനസ് എക്സിന്റെ സിഗ്മ ഒന്ന് പറയാം. എക്സിന്റെ സിഗ്മ എത്രയാ? 20. യെസ്, വെരി ഗുഡ്. ഫസ്റ്റ് കോളാ നോക്കണ്ട കേട്ടോ, ഇവിടെയാണ് കുട്ടികൾക്ക് മാറാറുള്ളത്. ഫസ്റ്റ് കോളാ നോക്കേണ്ടത്. എക്സിന്റെ സിഗ്മ എന്ന് പറയുന്നത് 20. സോറി, n into സോറി ഞാൻ എഴുതിയില്ല അല്ലെ. എക്സ് സ്ക്വയറിന്റെ സിഗ്മ 90 ആണ്. 5 into 90 മൈനസ് എക്സിന്റെ സിഗ്മ നമുക്കറിയാം 20 ആണ്. പോരട്ടോ, 20 സ്ക്വയർ എന്ന് എഴുതണേ, അതും വിട്ടു പോകുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 20 സ്ക്വയർ എന്നുണ്ട്. ഇനി മുകളിൽ 75 പ്രശ്നമൊന്നുമില്ല, നമ്മൾ അതുപോലെ എഴുതി. മുകളിൽ 75 എന്ന് എഴുതി. ഇനി താഴെ 5 into 90 ഒരാൾ പറഞ്ഞാണ് ആൻസർ. 450. ഓക്കെ, 450 മൈനസ് 20യുടെ സ്ക്വയർ ഒരാൾ പറഞ്ഞാണ് 400. യെസ്, 400. അപ്പൊ 75 ഡിവൈഡഡ് ബൈ 450 മൈനസ് 400 എന്ന് എഴുതി. വീണ്ടും താഴെ എഴുതാണ് 75 ഡിവൈഡഡ് ബൈ 450 മൈനസ് 400 50 എന്ന് കിട്ടും. 50 എന്ന് കിട്ടും. ഈക്വൽ ടു ഇതൊന്ന് ഡിവൈഡ് ചെയ്താണ്. 75 ഡിവൈഡ് ബൈ 50 എത്ര കിട്ടും? 1.5. ഓക്കെ, 1. ഇതിൽ ഏത് വാല്യൂ കിട്ടാട്ടോ, പോയിന്റ് ഫിഗർ കിട്ടാം, 1 കിട്ടാം, 1ന്റെ മുകളിൽ, അതിനൊന്നും പ്രശ്നമല്ലേ. 75 ഡിവൈഡ് ബൈ 50 നമുക്ക് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. 1.5 എന്ന് കിട്ടും. അപ്പൊ BYX കിട്ടി. ഇതെല്ലാവരും എഴുതാം. ഓക്കെ ആണല്ലോ? ഇത് ഓക്കെ അല്ലേ? സാറേ, 1.5 ഈ പറഞ്ഞോളൂ. YONXിലെ 75 ഇല്ലേ? അതെ, ഇപ്പൊ ഇവിടെ BXY ചെയ്തപ്പോ നമുക്ക് ടോട്ടൽ 0.5 അല്ലേ കിട്ടി? 0.55. അതെ. അപ്പൊ ആ 75 എങ്ങനെ കിട്ടിയത്? നമ്മൾ ഇക്വേഷൻ എന്താണ് നോക്കിട്ടോ. n into sigma xy മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് വർക്കൗട്ട് ചെയ്തപ്പോഴാണ് 75 കിട്ടിയത്. അത് x1y കണ്ടപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതേപോലെ നോക്കിയ y1x, അതിലും ഇക്വേഷൻ മാറ്റമില്ല. n into സിഗ്മ xy മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പൊ മുകളില് ഭിന്നസംഖ്യയുടെ മുകളിൽ ചെയ്യേണ്ട രണ്ടും സെയിം ആണ്. അപ്പൊ BXY ഓൾറെഡി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തു. n into sigma xy minus sigma x into sigma y നമുക്ക് 75 എന്ന് കിട്ടി. 75 കിട്ടി. അപ്പൊ ഇനി YONXിലെ കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ 75 അവിടെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ വർക്കൗട്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ അത് തന്നെയാണ്, കാരണം രണ്ടും സെയിം ആ, ഇക്വേഷൻ മാറ്റമല്ല. പക്ഷെ താഴെയുള്ളത് മാറ്റമുണ്ട്. താഴെയുള്ളത് ഇവിടെ നോക്കിയേ, x1y n into sigma y square minus sigma y whole square ആ. എന്നാൽ YONXിൽ നോക്കിയേ, n into sigma x square minus sigma x whole square ആണ്.
അപ്പൊ മുകളിലുള്ളത് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നേരത്തെ എഴുതിയ 75 എടുത്ത് എഴുതിയതാണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ സർ. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ BYX നമുക്ക് കിട്ടി, BYX കിട്ടി. ഞാൻ വീണ്ടും അതിന്റെ ബാക്കി എഴുതാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ വർക്ക് തന്നെ, മാറ്റമൊന്നുമില്ല, സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഞാൻ എഴുതാം കേട്ടോ. y മൈനസ് 5.8 അത് അതുപോലെ എഴുതി. y മൈനസ് 5.8 ഈക്വൽ ടു BYX എത്ര കിട്ടി എന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞാണ്. BYX നമുക്ക് എത്ര കിട്ടി? 1.5 1.5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആയിട്ടുള്ള 4 അതുപോലെ എഴുതി. അടുത്ത സ്റ്റേജുകളൊന്ന് പറഞ്ഞാണ്. അടുത്ത സ്റ്റേജ് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പറയാവോ? ബ്രാക്കറ്റ് ഒഴിവാക്കുക. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിനകത്തുള്ള രണ്ടുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാണ്. 1.5 ഇൻറ്റു എക്സ് എത്ര കിട്ടും? 1.5. യെസ്, 1.5x എന്ന് കിട്ടും. 1.5x എന്ന് കിട്ടും. മൈനസ് 1.5 ഇൻറ്റു 4 ഒന്ന് ചെയ്ത് നോക്കൂ. 1.5 ഇൻറ്റു 4 6. യെസ്, ആൻസർ 6 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എഴുതി y മൈനസ് 5.8 ഓൾറെഡി എഴുതി. 5.8 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഇനി അടുത്ത സ്റ്റേജുകളൊന്ന് പറഞ്ഞാണ്. അടുത്ത നമ്മൾ എന്താ ചെയ്യുക? മൈനസ് 5.8 നമുക്ക് കിട്ടണം. അതെ അതെ, y ഈക്വൽ ടു ഒന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ ഒപ്പം നിൽക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, മൈനസ് 5.8 ഇവനെ തൂക്കി പിടിച്ച സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ്. ആദ്യം സമത്തിന്റെ അടുത്തുള്ളത് നമ്മൾ ഓൾറെഡി എഴുതി. 1.5x മൈനസ് 6 അത് ഓൾറെഡി എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാ, മൈനസ് 5.8നെ സമത്തിന്റെ അപ്പുറം കൊണ്ടുവരുമ്പോ പ്ലസ്, ശ്രദ്ധിക്കണം, മൈനസ് ഉള്ളത് പ്ലസ് ആവും. പ്ലസ് 5.8 ആയിട്ട് മാറും. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയേ. മൈനസ് 6ഉം പ്ലസ് 5.8ഉം എങ്ങനെ ചെയ്യാം എന്നുള്ളത്. മൈനസ് 0.2 മൈനസ് 0. ഓക്കെ, പോയിന്റ് ഒന്നുമില്ലല്ലോ. 0.2 മൈനസ് 0.2. ഓക്കെ, അപ്പോ സമത്തിന്റെ അടുത്തുള്ള, അതായത് 1.5x മൈനസ് 0.02 മൈനസ് 0.02. ഓക്കെ, ഇതല്ലേ കിട്ടിയേ? മൈനസ് 0.02 അല്ലേ? അപ്പോ ഇതും ആൻസർ ആയി. റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ. അപ്പൊ y ഈക്വൽ ടു 1.x മൈനസ് 0.02 അല്ല, 2 മാത്രം. ഓക്കെ, 2 മാത്രം. ഓക്കെ ഓക്കെ, സോറി. മാറ്റി എഴുതണ്ടേ. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് y ഈക്വൽ ടു 1.5x മൈനസ് 0.2. ഓക്കെ, ഇതാണ് y ഓൺ x എന്ന് പറയുന്നത്. അപ്പൊ x ഓൺ y-ല് x ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. y ഓൺ x-ല് y ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷനും കിട്ടും. ഒന്ന് നോക്കിയേ, ഇതിന്റെ ആൻസർ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതന്നല്ലേ നമുക്ക് കിട്ടിയ നോക്കിയേട്ടോ നിങ്ങള്, അല്ലെ? x ഈക്വൽ ടു 0.55y പ്ലസ് 0.81 ഇതല്ലേ നമുക്കും കിട്ടിയത്, അല്ലെ? ഓക്കെ, റെഡി. നിങ്ങൾ എഴുതിയത് കണ്ടോ? ആ സ്റ്റെപ്പുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഞാൻ പറയുന്നില്ല. അടുത്തത് y on x ആൻസർ തന്നെയല്ലേ കിട്ടിയേ? y ഈക്വൽ ടു 1.x മൈനസ് 0.2. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. ഇതോടുകൂടെ x ഓൺ y-യും y ഓൺ x-ഉം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി
ശ്രദ്ധിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് 2-3 പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ തരും, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ഔട്ട് റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈന് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കണം. നിങ്ങൾ x1 y-യും കാണണം, y1 x രണ്ടും കാണണം. ചിലപ്പോ എക്സാമിന് 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ x1 y കാണാൻ പറയും, അല്ലെങ്കിൽ y1 x പറയും. രണ്ടും കൂടെ അല്ല കേട്ടോ, ഏതെങ്കിലും ഒന്നേ പറയുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി. എന്താണ് എക്സാം 5 മാർക്കിന് പൊതുവെ അങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഒന്നെങ്കിൽ x1 y അല്ലെങ്കിൽ y1 x, അങ്ങനെയാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. എസ്സേക്ക് വരികയാണെങ്കിൽ ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന വാക്ക് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അവിടെ രണ്ടും കാണണം. ഇനി ഇതില് ചെറിയൊരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാണ്, ശ്രദ്ധിക്കാം കേട്ടോ. ഹലോ, ഓക്കെ അല്ലേ? സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടി എക്സ് സീക്വൽ ടു എന്നും കിട്ടും, വൈ സീക്വൽ ടു എന്നും കിട്ടി. ഞങ്ങളോട് പറയാണ് y 10 ആണെങ്കിൽ എക്സ് എത്ര? ഒരു ചോദ്യമാണേ. y 10 ആണെങ്കിൽ എക്സ് എത്ര? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? എക്സ് അല്ലേ കാണണ്ടേ? ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ബാക്കിയാണ് കേട്ടോ, പുതിയതല്ലേ. എക്സ് ആണ് കാണേണ്ടത്. അപ്പൊ എക്സ് സീക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. 0.55y പ്ലസ് 0.81. അവിടെ y നമുക്ക് തന്നിട്ടുണ്ടല്ലോ. y എന്നുള്ള ഭാഗത്ത് 10 കൊടുക്കുക. അപ്പൊ നോക്കിയേ, 0.55 × 10 പ്ലസ് 0.81. അപ്പൊ 0.55 × 10 ചെയ്ത് നോക്കിയാൽ നമുക്ക് 5.5 എന്ന് കിട്ടും, പ്ലസ് 0.81. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എക്സ് 6.3 എന്ന് കിട്ടും. ഇതിനാണ് നമ്മൾ ഇക്വേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. y തന്നാൽ എക്സ് കണ്ടെത്താൻ നമുക്ക് പറ്റും അല്ലെ? അതാണ് എക്സ് ഓൺ വൈ. ഇനി എക്സ് തന്നാൽ y കണ്ടെത്താൻ നമുക്ക് പറ്റും, അതാണ് y ഓൺ എക്സ് എന്ന് പറയുന്നത്. ഞങ്ങളോട് ചോദിക്കാണേ, ശ്രദ്ധിച്ചോളിയേ. എക്സ് ശരിക്കും ശ്രദ്ധിക്കട്ടോ, എക്സ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ y എത്ര? ഏത് ഇക്വേഷൻ എടുക്കുക? എക്സ് സീക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ആണോ, y സീക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ആണോ എടുക്കുക? പറഞ്ഞേ. ഓക്കെ, ഇക്വേഷൻ ഒന്ന് പറയും. y സീക്വൽ ടു നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1.5 അല്ലെ? 5x മൈനസ് ഓക്കെ, മൈനസ് 0.2 അല്ലെ? ചെയ്യാണേ, നോക്കിയേ. സീക്വൽ ടു 1.5 എക്സ് എന്നുള്ളതിന്റെ പകരം എക്സ് നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. 1.5 × 5 മൈനസ് 0.2 എന്ന് എഴുതി. മൈനസ് 0.2. ഇതൊന്ന് ചെയ്താണ്. 1.5 × 5 എത്ര കിട്ടും നോക്കിയേ? 7.5. 7.5 എന്ന് എഴുതി. 7.5 മൈനസ് 0.2 എന്ന് ചെയ്യാം. ഇതും ചെയ്ത് നോക്ക്. 7.5 മൈനസ് 0.2 7.3 അല്ലേ? 7.3 സോറി, 7.3 ആണേ. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോ എക്സ് 5 ആണെങ്കിൽ y എന്ന് പറയുന്നത് 7.3 ആണ്. ഇങ്ങനെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഒറ്റ തവണ. എങ്ങനെ ചോദിച്ചാൽ അറിയോ? ഹസ്ബൻഡിന്റെ വയസ്സ് എക്സ് അല്ല, ഹസ്ബൻഡിന്റെ വയസ്സാണ്. ഐ തിങ്ക് ചിലപ്പോൾ യെസ്, ഇങ്ങോട്ട് നോക്കിയേ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ശ്രദ്ധിച്ചോട്ടോ. ഇതിനാണ് നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. ഉറപ്പായിട്ട് എല്ലാവരും ചെയ്യണം. നോക്കിയേ, യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേക്ക് ചോദിച്ചതാണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ ഏജസ് ഓഫ് ഹസ്ബൻഡിന്റെ ഏജും ആൻഡ് ഏജസ് ഓഫ് വൈഫിന്റെ ഏജും ഹസ്ബൻഡിന്റെ ഏജും കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് കണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയേ. ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻസ്. അതില് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് x1y ആൻഡ് y1 x. റിഗ്രഷൻ ഇക്വേഷൻസ് x1y y1 x. ഇനി x1y y1 x കൊടുത്തിട്ടില്ലെങ്കിലും അത് രണ്ടും നമ്മൾ കാണണം. അതുപോലെ ഇതാണ് എക്സ്ട്രാ ചോദ്യം. ആൾസോ ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ് ഏജ് ഇസ് 40. ഹസ്ബൻഡിന് 40 ആവുമ്പോൾ വൈഫിന്റെ ഏജ് എത്ര? ഇതും കൂടെ കാണണം. അപ്പൊ നോക്കിയേ, ഹസ്ബൻഡ് ഏജ് എക്സ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഏജ് എക്സ് ആണ്, അങ്ങനെ കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്. വൈഫ് ഏജ് വൈ ആണ്, അങ്ങനെ കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യ റിഗ്രഷൻ ഇക്വേഷൻ x1y y1 x രണ്ടും കാണുക. എന്നിട്ട് നോക്കിയേ,
ഹസ്ബൻഡിന് 40 വയസ്സ് എന്ന് പറയുന്നത്, അതായത് വൈ 40 ആണെങ്കിൽ അല്ലെ, ഹസ്ബൻഡിന്റെ ഏജ് നമ്മൾ വൈ ആണ്, സോറി ഹസ്ബൻഡിന്റെ ഏജ് എക്സ് ആണ് അല്ലെ, ഹസ്ബൻഡിന്റെ ഏജ് എക്സ് ആണ്. അപ്പൊ എക്സ് 40 എന്നായിട്ട് എടുക്കുക. എക്സ് 40 ആണെങ്കിൽ വൈ എത്ര, അതാണ് ചോദ്യം. അതായത് ഹസ്ബൻഡിന് 40 വയസ്സാണെങ്കിൽ വൈഫിന് എത്ര വയസ്സ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം, നിങ്ങൾ ഉടനെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ 2 ആൻസർ കാണണം. ഒന്ന് x1y y1x നമ്മൾ ഇതുപോലെ ചെയ്ത പോലെ കാണണം. അതിന് പുറമെ എക്സ് 40 ആണെങ്കിൽ വൈ എത്ര, അതാണ് ഹസ്ബൻഡിന് 40 വയസ്സാണെങ്കിൽ വൈഫിന്റെ വയസ്സ് എത്ര, ഈ ഒരു ചോദ്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. റിഗ്രഷൻ ഇത്ര ഉള്ളൂ. ഇനി ഇതിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ